Good morning, all. Okay, good morning. Good morning, Miss. നമ്മള് ലീഗൽ ആൻഡ് അല്ലെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എടുത്തു നമ്മളല്ലേ, ജസ്റ്റ് വായിച്ചു നോക്കിയായിരുന്നോ? ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തായിരുന്നു. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഓക്കെ അല്ലേ, ജസ്റ്റ് തുടങ്ങി വെച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിയമപരമായിട്ടും ഒപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള എത്തിക്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ, ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒന്നും ഡൗട്ടില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ. ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടോ? ഇതാണ് എത്തിക്സ് എന്നും കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, അത് മെൻഷൻ ചെയ്യുന്നത് എന്താന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പറയേണ്ടതുണ്ടോ? ഇച്ചിരി കുറച്ച് സമയം എടുത്ത് ഒന്നുകൂടി പറയാമോ അല്ലെ? വേണ്ടാന്നുണ്ട്, കുറച്ച് സമയം എടുത്ത് ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. എന്താണ്, ഡോക്ടേഴ്സും ലോയേഴ്സും എഞ്ചിനീയേഴ്സ് ആര് തന്നെയാണെങ്കിലും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവരെ ഒരു കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അത് അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു, അവർക്ക് ധാർമ്മിക ധാർമ്മിക കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റൽ ഡോക്ടറൊക്കെ ആകുമ്പോൾ ഒരു പേഴ്സൺ അല്ലെ, ഒരു രോഗിയായിട്ട് വരുന്ന പേഴ്സൺ ആയതുകൊണ്ട് അവരെ കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള രോഗി പരിചരണ കാര്യങ്ങളൊക്കെ അവർ കൊടുക്കണം. പക്ഷെ ലീഗലായിട്ടുള്ള ചില അടിപിടി കേസുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിയമവ്യവസ്ഥകൾക്ക് അത് വിധേയമാക്കേണ്ടതായിട്ടും വരും. അപ്പൊ നിയമങ്ങളെ മാനിക്കുന്നതോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, എത്തിക്കൽ എന്ന് പറയുമ്പോൾ ധാർമ്മിക മൂല്യങ്ങള്, ലീഗൽ എന്ന് പറയുമ്പോൾ അവിടെ നിയമവശങ്ങൾ. എന്താണ് അത്തരത്തിലുള്ള അല്ലെ, നമ്മള് ഹോസ്പിറ്റലിൽ ചെറിയ കേസൊക്കെ ജസ്റ്റ് കണ്ടായിരുന്നു, അതിന്റെ ഡിസ്കസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇനി ആ ഒരു വീണ്ടും പഠിക്കേണ്ടതിനെല്ലാം എന്താണ്, ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് ലീഗൽ ആസ്പെക്ടിലേക്ക് പോകാം. എന്താണ് അടുത്ത ഒരു ഇതെന്ന് പറയുമ്പോൾ നിയമവശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നമ്മള് കണ്ടത് മനുഷ്യരി അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തത്വചിന്ത ശാഖ അതനുസരിച്ചിട്ട് മാനുഷിക മൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ നിയമവശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ലീഗൽ ആസ്പെക്ടിൽ പറയുന്നത്? ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. അതായത് നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിലാണ് അത് പാലിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുള്ളൂ അല്ലെ. റോഡുകൾക്ക് നിയമങ്ങളുണ്ട് അല്ലെ, വണ്ടികൾ എങ്ങനെ ഓടിക്കണം, നടക്കുന്നവർക്ക് ഏത് വശം വെച്ച് നടക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇത് പാലിക്കാനായിട്ട് തയ്യാറാവുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് പേര് പാലിക്കുന്നുണ്ടെങ്കിലും കുറെ പേര് പാലിക്കാത്തവരുമുണ്ട് അല്ലെ. എങ്കിലും നിയമവശങ്ങളിൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിയമ നടപടികൾക്ക് അല്ലെ, അത് കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്?
മനുഷ്യനെ അല്ലെ ഹ്യൂമൻ ആക്ഷന്റെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു പറ്റം റൂൾസുകൾ അല്ലെ നിയമങ്ങളെയാണ്. അതായത് അത്തരത്തിലുള്ള ആ ഒരു മനുഷ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം നിയമങ്ങളാണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന ഒരു ചട്ടക്കൂട്ടില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോ എന്ന് പറയുന്നത് നിയമങ്ങളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അല്ലെ. ഒരു ഒരു നിയമാവശം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഫോളോ ചെയ്യാത്തവർക്ക് എതിരായിട്ട് കേസുകളും കാര്യങ്ങളും നിയമ നടപടികളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും ലോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസ്. അതായത് നമ്മൾ സ്റ്റേറ്റിലൊക്കെ ആയതുകൊണ്ട് അല്ലെ നമ്മുടെ സംസ്ഥാനത്ത് എന്താണോ പാലിച്ചു കൊണ്ടുപോകേണ്ടത് അതനുസരിച്ചിട്ട്, അത് മാത്രമല്ല സംസ്ഥാനത്ത് നിന്ന് നമുക്ക് കിട്ടാൻ അവകാശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കടമകൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കൂട്ടം നിയമങ്ങളാണ് ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് ഓരോ സംസ്ഥാനത്തിലും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെയുള്ള ജനങ്ങൾ പാലിക്കേണ്ടതാണ് അല്ലെ. അതിപ്പോ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ടൗണിലാണെങ്കിലും ഏത് തരത്തിലുള്ളവരാണെങ്കിലും അവിടെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് അത് പാലിക്കാനായിട്ട് അവിടെയുള്ള ജനങ്ങൾ തയ്യാറാവേണ്ടതാണ്. ലോ എന്ന് പറയുന്നത് മറ്റൊരു മീനിങ്ങില് മറ്റൊരു സെൻസിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്ന, സ്റ്റേറ്റ് ചുമത്തുന്ന ഒരു കൂട്ടം അവകാശങ്ങള് അല്ലെങ്കിൽ കടമകളുടെ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? കേണോ? ലോ എന്ന് പറയുന്നത് ഏത് മീനിങ്ങിലും അല്ലെ ഒന്ന് രണ്ട് മീനിങ്ങളിൽ മനസ്സിലാക്കി എടുക്കുക. ലോ എന്ന് പറയുന്നത് നിയമാവശമാണ്. നിയമാവശം എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം അല്ലെ ഒരു കൂട്ടം ആശയങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റൊന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് അടിച്ചേൽപ്പിക്കുന്ന അല്ലെ നമ്മുടെ സംസ്ഥാനം അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കറിയാം അതാത് സംസ്ഥാനങ്ങൾ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റിന്റെ ആ ഒരു അടിച്ചേൽപ്പിക്കുന്ന റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ അല്ലെങ്കിൽ നടപടി ബാധ്യതകമായ കടപ്പാടുകളെല്ലാം തന്നെയാണ് ലോ എന്ന കൺസിഡറേഷനിൽ പെടുന്നത്. Then വീണ്ടും പറയാണ് ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് നമുക്കറിയാം നീതിന്യായ കോടതിയുടെ മുമ്പിലാണ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമെങ്കിൽ അല്ലെ നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ കോടതിയെയാണ് സമീപിക്കുന്നത് അല്ലെ. നമുക്ക് ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിലെ കേസുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ അവരെ ആദ്യം തന്നെ അല്ലെ ഹോസ്പിറ്റലിനെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യും. അവിടെ നിന്ന് കൃത്യമായ മറുപടി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ആരെയാണ് സമീപിക്കുക? ആരെയായിരിക്കും സമീപിക്കുക? കേസ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പൊ റോഡ് നിയമങ്ങൾ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം എതിരെ വരുന്ന ഒരു പേഴ്സണോട് ആദ്യം തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ഇടപെടുന്നുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് അല്ലെ നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ എന്താണ് പോലീസിനെ അറിയിക്കും അല്ലെ. അപ്പൊ ആ പോലീസ് കേസിലേക്ക് പോകും. അവിടെ പോലീസ് കേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ കോടതിയുടെ ചട്ടക്കൂടിലേക്കാണ് പോലീസ് കേസുകൾ പോകുക അല്ലെ, കോർട്ടിലേക്കാണ് നമ്മൾ പോകുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞു നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യാൻ കൂട്ടിയിട്ടുള്ള ഒരു സംവാദ റൂൾസുകളാണ്. ദെൻ വീണ്ടും പറയുകയാണ് എന്താണ് സ്റ്റേറ്റ് എംപോസ് ചെയ്യുന്ന അല്ലെ സ്റ്റേറ്റ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള കടമകളെ അതിന്റെ ഒരു സിസ്റ്റംസ് ആണ് അല്ലെ. അത് അത്തരത്തിലുള്ള സിസ്റ്റംസ് ആണ് ലോ എന്ന് പറയുന്നു. മറ്റൊന്ന് അല്ലെ തേർഡ് വണ്ണിൽ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണാധിപന്മാർ അല്ലെ അത് ജസ്റ്റിസ് നമ്മുടെ നീതിന്യായ കോടതി വകുപ്പിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് തത്വങ്ങളെയാണ് ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം കോടതിയെ സമീപിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ അനുകൂലമായിട്ടുള്ള അത് കിട്ടുന്നത് വരേക്കും നമ്മൾ കോടതിയിലേക്ക് അല്ലെ കോടതിയിൽ വാദിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കും അല്ലെ. അപ്പൊ അവിടെയുള്ള തത്വങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അരയ്ക്കാൻ മാത്രമാണ് നമുക്കറിയാം ഇന്ന റൂൾസ് അല്ലെ ഇന്ന സെക്ഷൻസ് ഒക്കെ വഴി നമ്മൾ കോർട്ടിലേക്ക് നമ്മുടെ കാര്യം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിയമവശങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ്, തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസിന്റെ ഒരു ബോഡിയാണ്. റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നീതിന്യായ കോടതിയും സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുന്ന തത്വാധിഷ്ഠിതമായിട്ടുള്ള സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ആ വശങ്ങളെ മനസ്സിലാക്കാനുള്ളൂ, ബൈഹാർട്ടൊന്നും പഠിക്കണ്ട. എങ്കിൽ കൂടി ലോ എന്നുള്ള 3 കാറ്റഗറി ഉള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എന്താണ് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. എങ്കിൽ കൂടി ഡാഷ് മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ലീഡ് ഹ്യൂമൻ ആക്ഷൻ അല്ലെ. അവിടെ നമുക്ക് ഓപ്ഷനിൽ എത്തിക്സ് ആണോ ലോ ആണോ എന്നൊക്കെ ഉണ്ടാവും. നമുക്കറിയാം ലോ എന്ന് പറയുന്നതാണ് അല്ലെ. അതിലാണ് പ്രധാനമായിട്ട് ഹ്യൂമൻ ആക്ഷനെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു കൺസെപ്റ്റ് ആണ് അല്ലെ. ആക്സെപ്റ്റുകൾ അല്ലെ, അതിന്റെ ആസ്പെക്ട്സുകൾ ഇമ്പോർട്ടൻസ് അല്ല, എങ്കിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ലോയിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, എത്തിക്സിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ജസ്റ്റ് ആ സെന്റൻസ് തന്നെയാണ് അതിൽ പ്രധാനമായിട്ട് എടുത്ത് ചോദിക്കാറുള്ളത്. ഡാഷ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ അണ്ടറിലെ ലോ ആണോ എത്തിക്സ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. പ്രിൻസിപ്പിൾ മോറൽ പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ നമുക്കറിയാം ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളാണ്. അത് എത്തിക്സിനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേസമയം സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ഷൻസ് അല്ലെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്ന റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ഷനെ ലീഡ് ചെയ്യുന്ന റൂൾസുകൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അത് മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, കിട്ടിയോ? ലോയും എത്തിക്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താന്ന് കിട്ടിയോ? മിക്കപ്പോഴും കാണാറുണ്ട്, എത്തിക്സും ലോയും മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. എന്താണ് ലോ എന്നുള്ളതും എത്തിക്സ് എന്താന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എത്തിക്സ് എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ അടങ്ങിയ തത്വങ്ങളാണ്. ലോ എന്ന് പറയുന്നത് നിയമവശങ്ങളാണ്. അതൊരു പക്ഷേ സ്റ്റേറ്റ് ഇറക്കുന്ന നിയമവശങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നീതിന്യായ കോടതിയുടെ അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇറക്കുന്ന നിയമങ്ങളായിരിക്കും. തീർച്ചയായിട്ടും മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അല്ലെ നല്ല രീതിയിൽ തന്നെ ആക്ടിവേറ്റ് ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? ലോ എന്താന്നുള്ളത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. കോഡ്സ് ഓഫ് പോളിസി മേ ഇമ്പോസ് ദിസ് സിസ്റ്റം ഓഫ് റൂൾസ് ദാറ്റ് പണിഷ് പീപ്പിൾ ഹു വയലേറ്റ് ദ ലോസ് such as by paying a fine or other penalty including jail. നമുക്കറിയാവുന്നതാണ്. എന്തെങ്കിലും ലോ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ജനങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലെ. ഇൻ കേസ് അത് ഫോളോ ചെയ്തില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പെനാൽറ്റിയും അതേമാതിരി തന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് നമുക്കറിയാം ഒരു ഹെൽമെറ്റ് വരെ വെച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് അല്ലെ, ഇപ്പൊ നേരിട്ടൊന്നും ലെറ്റർ ഒന്നും വേണ്ട, അപ്പൊ തന്നെ നമുക്ക് ഫോണിലൂടെ തന്നെ മെസ്സേജുകൾ എത്തും. കൃത്യമായിട്ട് നമ്മൾ അതിന്റെ പെനാൽറ്റീസ് അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെ. പേയ്മെന്റ് ഒക്കെ ഫൈനൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. കുറച്ചും കൂടി നമ്മൾ ഇച്ചിരി കൂടി വലിയ കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ശിക്ഷാ നടപടികളുടെ ഒരു പെനാൽറ്റീസ് ഒന്നും അല്ലാതെ തന്നെ ശിക്ഷാ നടപടികളുടെ ആ ഒരു കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. കോഡ്സ് ഓഫ് പോളിസീസ് മേ ഇമ്പോസ് ദിസ് സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് കോർട്ടുകൾ അല്ലെങ്കിൽ പോലീസുകാർ പറയുന്ന നിയമങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്, അനുശീലിപ്പിക്കുന്ന നിയമങ്ങളെല്ലാം ഫോളോ ചെയ്യേണ്ടതാണ്. ആൻഡ് പണിഷ് പീപ്പിൾ ഹു വയലേറ്റ് ദ ലോസ്. ലോ നമ്മൾ അനുഷ്ഠിച്ചില്ല എങ്കിൽ അല്ലെ അത് കൃത്യമായിട്ട് പാലിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും പണിഷ്മെന്റ് ഉണ്ടാവും. സച്ചാസ് അത് ഏതൊക്കെ രീതിയിലായിരിക്കും? ഒന്നല്ലെങ്കിൽ പേയ്മെന്റ് അല്ലെ, ഫൈനായിട്ട് പേ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ പെനാൽറ്റീസ് ഏതെങ്കിലും പെനാൽറ്റീസ് ഒക്കെ ഈടാക്കും. അതേപോലെ തന്നെ ജയിൽ ശിക്ഷയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഒബ്ലിഗേറ്റ് എന്താ പറയുക ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്. അവിടെ നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോവുകയാണ്. എന്താണ് ഹോസ്പിറ്റലിന്റെ ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ വ്യക്തമായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ് അല്ലെ. ധാർമ്മികവും നിയമപരമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ അവിടെ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എങ്കിൽ നമുക്കറിയാം ചില കേസുകൾ വരുമ്പോഴേ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റാതെയോ അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഒബ്ലിഗേറ്റ് ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും അതിന്റെ ഭരണ നിർവഹകര് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം
ഇന്ന കേസുകൾ വരുമ്പോൾ അതിന് നിയമവശങ്ങളുമുണ്ട്, ധാർമ്മിക മൂല്യങ്ങളും അവർക്ക് കാഴ്ചവെച്ച് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ചില ഹോസ്പിറ്റലുകൾ നിയമവശങ്ങൾ മാത്രമാണ് കൺസിഡർ ചെയ്തെങ്കിൽ ആ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ട് ആ ഒരു പേഷ്യൻസും തയ്യാറാവില്ല അല്ലെ. കാരണം അവർക്ക് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാത്ത ഹോസ്പിറ്റൽ ആണെന്നായിരിക്കും പൊതുവെ ധാരണ വരിക ഇല്ലേ. അങ്ങനെ ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരു അടിപിടി കേസ് ഉണ്ടെങ്കിൽ തന്നെ ആ ഹോസ്പിറ്റലിൽ മിക്കവാറും അഡ്മിറ്റ് ചെയ്യില്ല, കാരണം അവർ ഇങ്ങനത്തെ കേസുകൾ അഡ്മിറ്റ് ചെയ്യാറില്ല അല്ലെ. അതേസമയം നമുക്കറിയാം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം, ലീഗലായിട്ടുള്ള നിയമവശങ്ങളിൽ അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എല്ലാവരും തയ്യാറാവും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഒബ്ലിഗേറ്റഡ് ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. എല്ലാ നിയമവശങ്ങളെ കുറിച്ചിട്ടും നല്ല വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് ഓരോ ഹോസ്പിറ്റലിലെയും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്നവർക്ക്. മാനേജ്മെന്റ് ഈസ് responsible for policies for keeping a safe hospital, physical facilities and services, must ensure building conforms to regional bylaws, safety regulations, sanitation arrangements. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഒരു കേസിനെ അല്ലെ ഒരു ഹോസ്പിറ്റൽ കേസ് മാത്രമല്ല ലീഗൽ നടപടികളിലേക്ക് വരിക. അതായത് ഒരു പേഷ്യന്റിന്റെ കേസ് മാത്രമല്ല, അവിടെയുള്ള ഇൻ കേസ് ഒരു നമ്മുടെ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വരെ നിയമ നടപടികൾ വിധേയമാണ്. കൃത്യമായിട്ടല്ല അത് അത്തരത്തിലുള്ള വേസ്റ്റ് ഒക്കെ നിർമ്മാർജ്ജനം ചെയ്തെങ്കിൽ അതുവരെ നിയമവശങ്ങളുടെ കീഴിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിൽ എല്ലാത്തിനെ കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പോളിസീസ് അല്ലെ. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഫോർ കീപ്പിംഗ് സേഫ് ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ നടപടികളും അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ അവർ ഉണ്ടാക്കേണ്ടതാണ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് അല്ലെ, അവിടെ പ്രധാനമായിട്ട് ഭൗതിക സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവരെ ബാധ്യസ്ഥരാണ്. മസ്റ്റ് എൻഷുർ ബിൽഡിംഗ് കൺഫോംസ് ടു റീജിയണൽ ബൈലോസ്. അവർ ഉറപ്പുവരുത്തണം. എന്ത് ഉറപ്പുവരുത്തണം? പ്രാദേശിക നിയമങ്ങളെല്ലാം തന്നെ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോഴും അല്ലെ, നമുക്കറിയാം എല്ലാത്തിനൊക്കെ പെർമിഷനും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമാണ് ഹോസ്പിറ്റൽ ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ശരിയല്ലേ? ബിൽഡിങ്ങിന്റെ ഒക്കെ കൺഫർമേഷൻ ഒക്കെ കിട്ടണ്ടേ ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ? വേണം അല്ലെ. നമുക്കറിയാം ഒരു ചെറിയ വീടാണെങ്കിൽ കൂടി റൂമാണെങ്കിൽ കൂടി കൃത്യമായിട്ട് തന്നെയുള്ള പെർമിഷൻ, അത് പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും നിയമവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രാദേശിക നിയമവശങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് അവരുടെ അതിനുള്ള പെർമിഷനൊക്കെ കിട്ടുകയുള്ളൂ. അതൊക്കെ കിട്ടിയിട്ടുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. സേഫ്റ്റി റെഗുലേഷൻസ് നമുക്കറിയാം, സുരക്ഷാ നടപടിക്രമങ്ങൾ അതെല്ലാം മാനേജ്മെന്റ് തലത്തിലുള്ള കാര്യങ്ങളാണ്, അതെല്ലാം ഉറപ്പാക്കേണ്ടതാണ്. അതേപോലെ തന്നെ സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ്, ശുചിത്വപരമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എന്താണ്, അവിടെ എൻവയോൺമെന്റിനെയും കൂടി പൊല്യൂട്ടബിൾ ആക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അവിടെയുള്ള പേഴ്സൺസിന് അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേമാതിരി തന്നെ ഒരുപക്ഷെ അവിടുത്തെ ആ പ്രകൃതിയെ തന്നെ മലിനമാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെയുള്ള സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഹോസ്പിറ്റൽസ് ബീയിങ് ആൻ ഇൻവെറ്റബിൾ പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റംസ് ആർ സബ്ജക്ട് ടു ഓൾ ലോസ് ഓഫ് ദ ലാൻഡ്. അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള അല്ലെ ആശുപത്രിയുടെ സാമൂഹിക വ്യവസ്ഥയെ സംബന്ധിച്ച് അത് സമൂഹത്തിലായതുകൊണ്ട് തന്നെ അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു പറ്റം സമൂഹത്തിന്റെ ഇടയിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും അത് ഫോളോ ചെയ്യണം. ഒരുപക്ഷെ രാജ്യത്തിന്റെ നിയമങ്ങളും അതേമാതിരി തന്നെ പ്രാദേശിക നിയമങ്ങളും എല്ലാം തന്നെ ഫോളോ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് എന്തെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ അത് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഭരണ നിർവാഹകരാണ് ഇത്തരത്തിലുള്ള ലോകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എത്തിക്കൽ ആൻഡ് ലീഗൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയോ? പോയിന്റ്സില് ആ ഒരു പാരഗ്രാഫില് കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ നിയമനിർവഹകര് അല്ലെ, ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ് നല്ല നോളജ് ഉണ്ടാവണം ഇതിനെ കുറിച്ചിട്ട്, എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടും ലീഗൽ ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടും.
നമുക്കറിയാം ലീഗൽ ആയിട്ടുള്ള വശങ്ങളൊക്കെ ആവുമ്പോൾ കുറെ റൂളുകളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും അല്ലെ, കുറെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുപോകേണ്ടതുണ്ടാവും. ഒരുപക്ഷെ എന്താണ് സ്റ്റേറ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ പ്രാദേശിക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ ഏത് തരത്തിലുള്ള നിയമവശങ്ങളും അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ഒരു ഇതുകൂടെയുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഹോസ്പിറ്റൽസ് ഷുഡ് ബി സേഫ് ഫ്രം എക്സ്പ്ലോസീവ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഗ്യാസസ്, കെമിക്കൽസ്, മെഷീനറി, സ്റ്റീം ഡാമേജസ് ഫ്രം സ്ലിപ്പറി ഫ്ലോർസ് എക്സെട്ര. അതായത് നമ്മൾക്കറിയാം ഹോസ്പിറ്റലാണ് അല്ലെ, ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുള്ള പ്ലേസ് ആണ് അല്ലെ. അപ്പൊ അവിടെ സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാം, ചില ഗ്യാസുകളൊക്കെ അല്ലെ, നമുക്കറിയാം കെമിക്കൽസുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്യാസുകൾ എന്തെങ്കിലും വാതക ചോർച്ചകളൊക്കെ വരാനായിട്ടുള്ള പൊട്ടിത്തെറികൾ, തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതൊക്കെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റലുകാരുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ കെമിക്കൽസ്, മെഷീനറി, സ്റ്റീം ഡാമേജസ് ഫ്രം സ്ലിപ്പറി ഫ്ലോർസ് എന്ന് വെച്ചാൽ തെന്നി വീഴാത്ത തരത്തിലുള്ള ഫ്ലോറുകൾ ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ എന്താണ് ആവിയന്ത്രങ്ങളൊന്നും അല്ലെ, അത് ഡാമേജ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കരുത്. മെഷീനറി ആണെങ്കിലും എല്ലാം നല്ല അല്ലെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനറികളൊക്കെ ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. കെമിക്കൽസിന്റെയോ അല്ലെങ്കിൽ ഗ്യാസിന്റെയോ പൊട്ടിത്തെറികളോ തീപിടുത്തങ്ങളോ അല്ലെങ്കിൽ വിസ്ഫോടനങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. അതിന്റെയൊക്കെ സുരക്ഷ അത് ഹോസ്പിറ്റലുകാര് ഉറപ്പുവരുത്തേണ്ട കാര്യം തന്നെയാണ്. ഹോസ്പിറ്റൽ ഷുഡ് ബി സേഫ് അല്ലെ, അതിനൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. ക്ലിയർ ആണോ? ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Why it is necessary for hospitals and medical administrators to be aware of ethical and legal aspects of a hospital administration. നമ്മൾ നേരത്തെ പറഞ്ഞു അവര് മസ്റ്റായിട്ടും അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് മെഡിക്കൽ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ധാരണ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് എന്നുള്ള കാര്യമാണ് താഴേക്ക് വരുന്ന റീസൺസ്. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ എന്താണ് അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. നമുക്ക് ആ റീസൺസ് അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഫസ്റ്റ് വൺ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. നമുക്കറിയാം മെഡിക്കൽ ആയിട്ട് വരുന്ന അല്ലെ ഒരുപാട് നിയമ കേസുകളൊക്കെ ഉണ്ട്. നിയമവശങ്ങളോടുകൂടി ഒരുപാട് കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റലുകാർ തന്നെ ചിലപ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മിനിമൈസിംഗ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീജിങ്സ്, അതായത് അല്ലെ ഒരു കുറച്ചുകൊണ്ട് വരാം സിവിൽ ആയിട്ടുള്ള കുറച്ച് അല്ലെ ക്രിമിനൽ നടപടികളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് വരാനായിട്ട്. നമുക്കറിയാം വലിയ കേസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കും ഇല്ലേ, ഉണ്ടാവില്ലേ? വലിയ വലിയ കേസുകളിലേക്ക് പോണേക്കാളും നല്ലത് എന്താണ് എപ്പോഴും പറഞ്ഞൊതുക്കി തീർക്കാൻ പറ്റുന്ന കേസുകളായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അല്ലെ. അപ്പൊ കുറച്ചുകൊണ്ട് വരാൻ. അപ്പൊ നമുക്ക് ഈ ലീഗൽ ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അത്തരത്തിലുള്ള ഇഷ്യൂസുകൾ വരുമ്പോൾ അതിലെ ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ മിനിമൈസിങ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീജിയേഴ്സ്. അടുത്തൊരു പോയിന്റ് പറയുന്നത് എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, അതായത് വൈദ്യ പരിശീലനത്തിന്റെ ഗുണനിലവാരം അത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് അല്ലെ. വൈദ്യ പരിചരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് കൃത്യമായിട്ട് തന്നെ അർഹിക്കുന്നവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ നിയമവശങ്ങളുടേതായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ ധാർമ്മികമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഓരോ പേഷ്യന്റിനും കിട്ടേണ്ടതാണ് അല്ലെ.
അത് ഉറപ്പുവരുത്തുക അല്ലെ. അത്തരത്തിലുള്ള ക്വാളിറ്റി ഗുണനിലവാരത്തോടു കൂടിയിട്ടുള്ള വൈദ്യസഹായം ഓരോരുത്തർക്കും ഉറപ്പാക്കാനായിട്ടും ഇത്തരത്തിലുള്ള അറിവ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് വേണ്ടതാണ്. നെക്സ്റ്റ് പറയുമ്പോൾ ഇൻ ഇന്ത്യ lawyers are a very little trained as yet and exposure in the complex issues associated with the medical cases. അതായത് ഇന്ത്യയിലെ പൊതുവെ ലോയേഴ്സ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസ് അത്രയും അവർക്ക് എന്താ പറയുക ഇത്രയും കോംപ്ലക്സ് അല്ലെ അത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങളില് അത്രയും വിവരത്തിലേക്ക് എത്തിപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ മെഡിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഒതുക്കി തീർക്കാനായിട്ട് പറ്റുന്നതാണ്. അത് കുറച്ചും കൂടി അല്ലെ നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ ലീഗൽ ആയിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ കുറവാണ് അല്ലെ. ഓരോ നിയമവശങ്ങളുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ലോ വളർന്നുകൊണ്ടിരിക്കുകയാണ്, എന്തിനും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതില് പരമാവധി ഇത്തരത്തിലുള്ള അറിവുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് അറിവുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വാദിച്ച് തന്നെ കാര്യങ്ങള് പേഷ്യൻസിനാണെങ്കിലും അനുകൂല കാര്യങ്ങളൊക്കെ നിയമ നടപടി കൂടെ തന്നെ മനസ്സിലാക്കി അവർക്ക് ഇൻ കേസ് ഒരു റോഡ് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അറിവുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അല്ലെ. ഉണ്ടാവില്ലേ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് നിയമവശങ്ങളെ കുറിച്ചിട്ട് കുറച്ച് അറിവുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പേഷ്യൻസിന് അനുകൂലമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ സാധിക്കും അല്ലെ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് അല്ലെ. ഇത്തരം കാര്യങ്ങളിൽ ലോയേഴ്സിന് അധികം അല്ലെ നോളജ് കിട്ടി വരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങളിൽ. അപ്പൊ അത്യാവശ്യം ഇവർക്ക് വിവരങ്ങൾ ഉണ്ടായെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടായെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിനാണെങ്കിലും ഹോസ്പിറ്റലിന് അനുകൂലമായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. Then fifth one പറയുന്നത് it helps the medical professionals to do the right things and protect themselves from a silly litigation. അതായത് ചെറിയ ചെറിയ അല്ലെ നിസ്സാര കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഒതുക്കി തീർക്കാം അല്ലെ. വലിയ പ്രശ്നത്തിലേക്കൊന്നും എത്തിക്കാതെ സ്വയം പരീക്ഷിക്കാനായിട്ടും വലിയ മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൊന്നും പോവാതെ തന്നെ അല്ലെങ്കിൽ ലീഗൽ കേസുകളിലേക്കൊന്നും പോവാതെ തന്നെ അത് പരിഹരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. എന്താ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് മെഡിക്കൽ പ്രൊഫഷണൽസ് to do the right things and protect themselves from silly litigations. ചെറിയ ചെറിയ വ്യവഹാരങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ അവർക്ക് സംരക്ഷിച്ചുകൊണ്ട് അല്ലെ മെഡിക്കൽ പ്രൊഫഷണൽസിനാണെങ്കിൽ അത് എന്താണ് ഒതുക്കി അല്ലെ. നമുക്കറിയാം ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ഭാഗത്തുനിന്നും വരാം. ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ടൈം രേഖപ്പെടുത്താതിരിക്കാം. ചിലപ്പോൾ നമുക്കറിയാം ഒരു വലിയ വലിയ കേസുകളൊക്കെയാണ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാറ് അല്ലെ. അത് കുറച്ചും കൂടി എന്തായാലും എന്താണ് ഇഷ്യൂ ആയിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ചെറിയ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ പരിഹരിച്ചു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് അവർക്ക് സംരക്ഷണം കിട്ടാനും ഇത്തരത്തിലുള്ള നോളജ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് നല്ലത് തന്നെയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത് എന്താണ് ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitment of medical practitioners and of hospitals. അല്ലെ ഇൻ കേസ് നമുക്കറിയാം പ്രാക്ടീഷണർമാർ അല്ലെ അവർക്ക് ആശുപത്രികളുടെയും പൊതുകളെ കുറിച്ചിട്ട് ഒരു കടമ അല്ലെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവബോധം കൊടുക്കണം. നല്ല കൃത്യമായിട്ടുള്ള ഒരു നോളജ് വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitment of medical practitioners. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളെയൊക്കെ അല്ലെ അവരുടെ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം പബ്ലിക്കിന്റെ ഇടയിൽ എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ നോളജിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് ഓഫ് ഹോസ്പിറ്റൽസ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് പ്രധാനമായിട്ട് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയും ആശുപത്രിക്കാരുടെ അല്ലെ അവരുടെ കടമകളെ കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെ അവർക്കൊരു അവബോധം വർദ്ധിപ്പിക്കാം. നമുക്ക് ഇന്ന ഡ്യൂട്ടികളുണ്ട്, നമ്മൾക്ക് എന്താണ് വരുന്ന കേസുകളെ ഉടനടി നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലീഗലായിട്ടുള്ള വശങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ജനങ്ങൾക്ക് അവിടെ അവബോധം വരെയും എന്താണ് എന്തുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ അല്ലെ എങ്ങനെ ചെയ്യാൻ വരുന്നത് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അതിനുശേഷം ഇൻഫോം ചെയ്യേണ്ടവരെ ഇൻഫോം ചെയ്തതിനു ശേഷം ചിലപ്പോൾ നെക്സ്റ്റ് നടപടികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ബോധ്യം ഉണ്ടാവണമെന്നില്ല പൊതുജനങ്ങൾക്ക്. അപ്പൊ അവരുടെ ഇടയിലും ഇവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ എന്താണ് അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കുക. പൊതുവെ ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നത്
ഇവിടെ കുറെ ആക്ടുകളും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലെ. ബൈഹാർട്ട് പഠിക്കണം എന്നൊന്നുമില്ല, എങ്കിലും ചില ക്വസ്റ്റ്യൻസുകളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാത്രമല്ല താഴെ പറയുന്ന ഇത്തരം ഭാഗത്തു നിന്ന് അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല. എന്താണ് ഇത്തരത്തിലുള്ള റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്, അത് പൊതുവെ കാണാറില്ല. ജസ്റ്റ് വായിച്ചു നോക്കാം. ഫോർത്ത് പോയിന്റ്. ഓക്കെ, അതില് നമ്മള് ലോയേഴ്സിനൊന്നും വിമർശിക്കാൻ നമ്മൾ ആരുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയേഴ്സിന് എന്താണ് മതിയായ ട്രെയിനിങ് ഇത്തരം നടപടികളെ കുറിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് നല്ല കൃത്യമായിട്ടുള്ള വിവരാവകാശങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിന്റെ ഇടയിലും അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇടയിലേക്കും കൊടുക്കാനായിട്ടും സാധിക്കും. ഇൻ കേസ് എന്താണ് ലോയേഴ്സ് പ്രാക്ടീസ് നമുക്കറിയാം ട്രെയിൻഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ചെയ്യുന്നത്. ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദ മെഡിക്കൽ കേസ്. മെഡിക്കൽ കേസുകൾ വരുമ്പോൾ അതിന്റെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആർക്ക് കിട്ടിയിട്ടില്ല, ലോയേഴ്സിന് മതിയായ രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയല്ലേ നമുക്ക് ആ ഒരു ലീഗൽ ആസ്പെക്ട്, ലീഗലായിട്ടുള്ള നിയമവശങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്താണ് കൺഫേം ചെയ്താലേ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അല്ലെ. പേഷ്യൻസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ നമുക്കറിയാം നിയമവശങ്ങൾ പിന്നെ വക്കീലിന്റെ ആവശ്യം അങ്ങനെയാണല്ലോ. വക്കീൽ വാദിക്കുന്നത് എന്തായാലും അതിന്റെ ഒരു ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് തന്നെയായിരിക്കും. എന്തുകൊണ്ടോ ഇവിടെ അവിടെ കൃത്യമായിട്ടുള്ള നോളജ് പങ്കുവെക്കാനായിട്ട് പക്ഷെ ഇവരുടെ അത്രയും അല്ലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ അത്രയും നോളജ് പേഷ്യൻസിന്റെ ഇടയിൽ പങ്കുവെച്ച് കിട്ടാനായിട്ട് സാധിക്കില്ല. അത് ഇവർക്ക് തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ പങ്കുവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ്സ്? It helps the medical professionals to do the right things and protect themselves from silly litigations. എന്നുവെച്ചാൽ ചെറിയ വ്യവഹാരങ്ങളൊക്കെ ആണെങ്കിൽ സ്വയം തന്നെ അല്ലെ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സ്വയം പരീക്ഷ നമുക്കറിയാം മെഡിക്കൽ സ്റ്റാഫുകളുടെ എന്നൊക്കെ ചെറിയ ഭാഗത്ത് ഇഷ്യൂസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ ഒരു പക്ഷെ പേഷ്യന്റിനോട് പറഞ്ഞു തിരിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ആ ഇഷ്യൂകളൊക്കെ നിയമവശങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് മെഡിക്കൽ സ്റ്റാഫിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമവശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് പറഞ്ഞു തീർക്കണം, ഒതുക്കി തീർക്കണം, ചെറുതായിട്ടൊക്കെ കോമ്പൻസേഷൻ കൊടുത്തിട്ട് തരപ്പെടുത്തണം എന്നൊക്കെ നിർദ്ദേശിക്കാൻ സാധിക്കും. അതല്ല ലീഗൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് ഒരു അറിവുമില്ല എങ്കിൽ അവര് എന്താണ് അങ്ങനെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കില്ല അല്ലെ. അത് നേരെ തന്നെ കേസും കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകും. അത്തരത്തിലുള്ള ചെറിയ വ്യവഹാരങ്ങളെ ഒതുക്കി തീർക്കാനായിട്ട് എന്താണ് ഇവർക്ക് അറിവുണ്ടെങ്കിൽ അതുകൊണ്ട് സാധിക്കുമെന്നുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇടയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പേഷ്യൻസിനോടൊപ്പം ഒതുക്കി തീർക്കാനായിട്ട് അല്ലെ സാധിക്കുമെന്നുള്ളതാണ്. കിട്ടിയോ? ഫിഫ്ത്ത് പോയിന്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ്. അതായത് ശരിയായ വശങ്ങൾ അവർ ചെയ്യേണ്ടതാണ്. ആൻഡ് പ്രൊട്ടക്ട് ദംസെൽവ്സ് ഫ്രം സില്ലി ലിറ്റിഗേഷൻസ്. ചെറിയ വ്യവഹാരങ്ങളൊക്കെ വെച്ചാൽ ചെറുതായിട്ട് അവർക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും തെറ്റുകളൊക്കെ വരാം. വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയാം നമ്മള് നിയമവശത്തിൽ തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ജീവന ഭീഷണിയുമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് അല്ലെ പൈസ ഒരുപാട് ക്യാഷ് ലോസ് ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് എന്താണ് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതേസമയം ചെറിയ ചെറിയ ഒതുക്കി തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും എൻട്രി ചെയ്ത് മാറിപ്പോയി അതൊക്കെ കേസിനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതിന് പകരം ഇടനിലക്കാരായിട്ട് നിന്നിട്ട് ഓക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇത് ശരിയാണ്, കൃത്യമായിട്ട് നിങ്ങളുടെ നെയിം അടിച്ചിട്ടില്ല, ഇനീഷ്യല് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ടൊക്കെ അത് വലിയ ഇതിലേക്കല്ല ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഇഷ്യൂസ് ആവും അല്ലെ.
പക്ഷെ ചെറിയതായിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ, സില്ലി ലിറ്റിഗേഷൻസ് ഒക്കെ ആണെങ്കിൽ പരിരക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നോ. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നോക്കുമ്പോ ഇൻക്രീസിംഗ് awareness among the public about the duties and commitment of medical practitioners and of hospitals. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിന് അതിന്റെ ധാർമ്മിക ആവശ്യങ്ങളെ നോക്കി കാണേണ്ടതുണ്ട്, ഇന്ത്യക ആവശ്യങ്ങളെ നോക്കി കാണേണ്ടതുണ്ട്. പക്ഷെ പബ്ലിക്കിന് ഒരു പക്ഷേ എന്താണ് അവർക്ക് ധാർമ്മിക അല്ലെ മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ കാര്യം മാത്രമേ മുൻപിലെ വരിക അല്ലെ. അവര് അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിയമാവശ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടത് ബാധ്യസ്ഥ ഹോസ്പിറ്റലുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പറയുന്നത് ഇൻക്രീസിങ് അവയർനെസ് എമംഗ് ദ പബ്ലിക്, ജനങ്ങളുടെ ഇടയിലേക്ക് എന്താണ് വിവരങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അല്ലെ, അതിനുള്ള ഒരു കപ്പാസിറ്റി തീർച്ചയായിട്ടും അത്രയും ഡ്യൂട്ടീസ് ഇന്ന കടമകളുണ്ട് അല്ലെങ്കിൽ ഇന്ന കമ്മിറ്റ്മെന്റ് ആ ഒരു പേഷ്യന്റിനോട് നമുക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി പബ്ലിക്കിന്റെ ഇടയിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ലീഗൽ നടപടിയെ കുറിച്ചിട്ട് ഒരു പക്ഷെ ചിലപ്പോൾ പബ്ലിക്കിന് അവയർനെസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഇതില് നമ്മളെ റീസൺസിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, മെഡിക്കൽ ലീഗൽ കേസസ് ആണ്. ഇത്തരത്തിലുള്ള നിയമ കേസുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് where the attending doctor after taking the history of illness and clinical investigation consider that the investigations by law enforcing agencies are warranted to find out the circumstance and fix the responsibility regarding the same. അതായത് നമുക്കറിയാം ഒരു സാധാരണ രീതിയിൽ ഒരു എന്തെങ്കിലും അടിപിടി കേസോ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെ, നമ്മൾ സാധാരണ രീതിയിലുള്ള അസുഖത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിയമ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കേസുകളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അഡ്മിഷന് വരുമ്പോൾ അത്തരത്തിലുള്ള ഇഞ്ചുറീസ് വരുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, ഇൽനെസ് വെയർ അറ്റൻഡിങ് ഡോക്ടർ ആഫ്റ്റർ ടേക്കിംഗ് ദ ഹിസ്റ്ററി ഓഫ് ഇൽനെസ്, എന്ത് കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള ഹിസ്റ്ററി ചോദിച്ചറിയും ഡോക്ടേഴ്സ് അല്ലെ, ചോദിക്കില്ലേ? ഉണ്ടാവോ? ഓക്കെ. അപ്പൊ രോഗത്തിന്റെ ആ ചരിത്രവും ക്ലിനിക്ക് അതിനുശേഷം അവരുടെ ചികിത്സാ കാര്യങ്ങൾ നടപടികളിലേക്ക് പോകും അല്ലെ, ഫസ്റ്റ് എയ്ഡിങ് കാര്യങ്ങളിലേക്കൊക്കെ പോകും, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. Then consider that investigations by law enforcing agencies, അവരുടെ ആ പരിഗണന അല്ലെ, രോഗിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ശ്വാസതടസ്സമായിരിക്കാം, ചിലപ്പോൾ ഹൈ ബ്ലീഡിങ് ആയിരിക്കാം. നമുക്കറിയാം ഡോക്ടർ എന്ത് കാരണത്താലാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കും അല്ലെ, രോഗിയുടെ ആ ഒരു ആരോഗ്യ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുശേഷം തീർച്ചയായിട്ടും എന്താണ് നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമത്തിന്റെ കീഴിലേക്ക് വേണ്ടിയിട്ട് രോഗിയെ വിട്ടുകൊടുക്കേണ്ടതുണ്ടാവും അല്ലെ, നിയമവശങ്ങള് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് അന്വേഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻഫോഴ്സിംഗ് ഏജൻസീസിക്ക് ഈ ഇത്തരത്തിലുള്ള രോഗികളെ വിട്ടുകൊടുക്കേണ്ടതുണ്ടാവും. കാരണം നമുക്കറിയാം എന്താണ് ധാർമ്മിക മൂല്യങ്ങളോടൊപ്പം തന്നെ നിയമവശങ്ങളെയും കൂടി ഇത്തരത്തിലുള്ള രോഗികളെ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ രോഗികളുടെ ആ ഒരു കാറ്റഗറി വേറെയാണ്, സാധാരണ രീതിയിലുള്ള കേസുള്ളതല്ല. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് എ കേസ് ഇൻജുറി ഇൽനെസ് വേർ ദ അറ്റൻഡിങ് ഡോക്ടർ ആഫ്റ്റർ ടേക്കിംഗ് ദ ഹിസ്റ്ററി ഓഫ് ഇൽനെസ് ആൻഡ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ considers that investigation by law enforcing agencies are warranted to find out the circumstance and fix the responsibility regarding the same. അപ്പൊ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്താ ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആരല്ലേ? ഇത്തരത്തിലുള്ള പ്രൊഫഷൻസിൽ ഡോക്ടേഴ്സിലാണെങ്കിലും നഴ്സുമാരുടെ ഡ്യൂട്ടികളിലാണെങ്കിലും ആദ്യം അവർക്ക് കൊടുക്കേണ്ട എത്തിക്കലായിട്ടുള്ള നിയമവശങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതോടൊപ്പം തന്നെ രോഗിയെ എന്താണ് ഏജൻസികൾ ചിലപ്പോൾ നമുക്കറിയാം പോലീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾക്കൊക്കെ വരുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ വരും അല്ലെ, ചിലപ്പോൾ ഫോറൻസിക് വിഭാഗം അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഭാഗക്കാര് ഈ വ്യക്തിയുടെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ അവര് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ രോഗിയെ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത്. അതാണ് മെഡിക്കോ ലീഗൽ കേസസ്. അപ്പൊ മെഡിക്കൽ ആയിട്ടുള്ള കേസുകളെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ നിയമവശങ്ങളെയും കൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ,
ദെൻ എന്താണ് അടുത്തത് പറയുന്നത്? എക്സാമ്പിൾസ് ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്. ഇത്തരത്തിലുള്ള കേസുകളുടെ എക്സാമ്പിളുകളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് RTA. RTA എന്ന് പറയുന്നത് എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡൻസ് വരുമ്പോൾ നമുക്കറിയാം എന്താണ് ഇത് നമ്മള് മെഡിക്കൽ ലീഗൽ കേസുകളായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക. നിയമാവശ്യങ്ങളെ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ രോഗിക്ക് ആവശ്യമായ പരിചരണവും കൊടുക്കേണ്ടതുണ്ട് അല്ലെ. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. then അതേമാതിരി തന്നെ റോഡ് മാർഗം പോലെ തന്നെയാണ് റെയിൽ ആക്സിഡൻസ്. അതായത് നമ്മുടെ റെയിൽ പാളത്തിലൂടെ അല്ലെ എന്തെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ ഫാക്ടറി ആക്സിഡൻസ് ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡൻസ്. അതായത് എവിടെയെങ്കിലും കമ്പനിയിലൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അല്ലെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ അല്ലെ ഇത്തരത്തിലുള്ള വണ്ടികൾ വന്ന് തട്ടയോ മുട്ടയോ അല്ലെങ്കിൽ ട്രെയിൻ ഇടിക്കുകയോ അങ്ങനത്തെ തരത്തിലുള്ള ആക്സിഡന്റ് കേസുകളെല്ലാം ഏത് കേസാണ്? മെഡിക്കൽ ലീഗൽ കേസാണ്. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് റോഡ് ട്രാഫിക് ആക്സിഡന്റ്, റെയിൽ ആക്സിഡന്റ്, ഫാക്ടറി ആക്സിഡന്റ് ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്. അല്ലേ? സെക്കൻഡ് കേസ് നോക്കാം. സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ് ഓർ സൂയിസൈഡ്സ്. എന്താണ് പറയുന്നത്? നരഹത്യ അല്ലെ, സംശയാസ്പദമായ രീതിയിൽ നരഹത്യ അല്ലെങ്കിൽ ആത്മഹത്യയൊക്കെ നടത്തുന്നവരെ ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകൾ വിധേയമാക്കേണ്ടതുണ്ട്. സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ്, നരഹത്യയോ ആത്മഹത്യയോ ഒക്കെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഉണ്ടായെങ്കിൽ അത്തരത്തിലൊക്കെ കേസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ ഓക്കെ അല്ലേ, മൂവ് ചെയ്ത് പോകാനോ എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിലും ഒന്നുകൂടെ പറയാൻ ആവശ്യപ്പെടാം. തേർഡ് പോയിന്റ് പോകുമ്പോൾ സസ്പെക്റ്റഡ് എവിഡന്റ് പോയിസണിങ്സ് ആൽക്കഹോൾ ഇൻടോക്സിയേഷൻ എന്ന് വെച്ചാൽ പറയുന്നത് എന്താണ്? സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ തന്നെ പോയിസണിങ് അല്ലെ, നമ്മൾ വിഷപദാർത്ഥങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലഹരിക്ക് അല്ലെ, ആൽക്കഹോൾ ഇൻടോക്സിയേഷൻ അത് കൂടുതലായിട്ട് വരുമ്പോൾ അല്ലെ, ഇപ്പൊ നമുക്കറിയാം മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതുമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും അറ്റംപ്റ്റ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ വരികയാണെങ്കിൽ, മെഡിക്കൽ കേസുകൾ വരികയാണെങ്കിൽ അത് മെഡിക്കൽ ലീഗൽ കേസിലാണ് ഉൾപ്പെടുത്തുന്നത്. സംശയാസ്പദമായിട്ടുള്ള എന്താണ് എവിഡന്റ് പോയിസണിങ് കഴിച്ചതിന്റെ എന്തെങ്കിലും എവിഡന്റ് തെളിവുകളുമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻടോക്സിയേഷൻ എന്തെങ്കിലും ലഹരിയും അല്ലെ മയക്കുമരുന്നിന് പോലെയുള്ള ലഹരിക്ക് അടിമയായിട്ടുള്ള രീതിയിൽ അത് കൂടുതലായിട്ട് അല്ലെ കഴിച്ച ആത്മഹത്യ പ്രകടനമൊക്കെ കാണിച്ചു വെക്കുമ്പോഴൊക്കെ. എന്താണ് ബേൺ ഇഞ്ചുറീസ് ഓവിങ് ടു എനി കോസസ് ഇലക്ട്രോക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഷോക്ക് അല്ലെ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഷോക്ക് അല്ലെങ്കിൽ തീപിടുത്തം എന്തെങ്കിലും അല്ലെ, എന്താണ് തീ പൊള്ളലേറ്റ് മരിക്കാനായിട്ട് തയ്യാറാവുന്ന അല്ലെ, ബേൺ ഇഞ്ചുറീസ് ഓവിങ് ടു എനി കേസ് തന്നെ ഇലക്ട്രോക്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഷോക്ക് അടിച്ചിട്ട് മരിക്കാനായിട്ട് ശ്രമിക്കുന്ന അവസ്ഥ അല്ലെ. ഒരുപക്ഷെ ആരെങ്കിലൊക്കെ ഷോക്ക് അടിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്വയം അല്ലെ. ഏതെങ്കിലും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഇതെല്ലാം മെഡിക്കൽ ലീഗൽ കേസിലാണ് ഹോസ്പിറ്റലുകാര് പരിഗണിക്കേണ്ടത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ അസാൾട്ട് കേസസ്. എന്താണ് ഫിസിക്കൽ അസാൾട്ട് കേസസ് എന്ന് പറയുന്നത്? ശാരീരിക ആക്രമണം അല്ലെ, ശാരീരികമായിട്ട് ആക്രമണത്താല് എന്തെങ്കിലും ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളും മെഡിക്കൽ ലീഗൽ കേസസുകളാണ്. അനിമൽസ് അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടി അല്ലെങ്കിൽ നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് വരുന്ന കേസുകള്. മാസ് ഫുഡ് പോയ്സണിങ്, ഭക്ഷ്യവിഷബാധ അല്ലെ, എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും പോയ്സണിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകള്. കേസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്, അതായത് ലൈംഗിക അതിക്രമം അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വരുമ്പോൾ. സസ്പെക്റ്റഡ് ഓർ ഒബീവിയസ് ക്രിമിനൽ അബോർഷൻ, അതായത് സംശയാസ്പദമായിട്ട് രീതിയിലുള്ള അബോർഷൻ കാര്യങ്ങളൊക്കെ അല്ലെ, കുട്ടികളെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള കാര്യങ്ങൾ നിർണായകമായിട്ടുള്ള രീതിയിൽ അബോർഷൻ കാര്യങ്ങളൊക്കെ മുന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസുകള്. ഇഞ്ചുറി കേസസ് വേർ ഫോൾസ് പ്ലേ ഈസ് സസ്പെക്റ്റഡ്. അതേമാതിരി ഇഞ്ചുറീസ് അല്ലെ, അത് ഫോൾ എന്ന് പറയുമ്പോൾ ഫോൾസ് എന്ന് പറയുന്നത് ഫൗൾ എന്നുള്ള രീതിയാട്ടോ, FOUL. അതായത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഇഞ്ചുറീസ് അല്ലെ, നമ്മൾ
നമുക്കറിയാം കൊണ്ടുവരുമ്പോ ചിലപ്പോ വീട്ടുകാർ തന്നെ തല്ലി തകർത്തൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ ഉണ്ടാവില്ല എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള അടിപിടി കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത്തരം കേസുകളൊക്കെ മെഡിക്കൽ ലീഗൽ കേസുകളാണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എല്ലാവരും നോട്ട് ചെയ്ത് പോവുകയെന്ന് തോന്നണു. ഇനി 3-4 കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. എന്താണ് ഇഞ്ചുറി കേസസ്? വേറെ പ്രോബബിലിറ്റി ഓഫ് എ ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, ഭാവിയിൽ മരിക്കാൻ ചാൻസ് അല്ലെ, അങ്ങനെ തരത്തിലുള്ള പ്രോബബിലിറ്റി ഉള്ള ഇഞ്ചുറി കേസുകൾ, മുറിവുകൾ, ആഴത്തിലുള്ള മുറിവുകളോ അങ്ങനെയുള്ള ഡെത്തിന് സാധ്യതയുണ്ട് എന്ന് അറിയപ്പെടുന്ന മുറിവുകളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് മെഡിക്കൽ ലീഗൽ കേസിൽ പെടുന്നതാണ്. അൺകോൺഷ്യസ് കേസസ് റീസൺ ഓഫ് ഇറ്റ് ഈസ് അൺക്ലിയർ. ചില കേസുകൾ കൊണ്ടുവരുമ്പോൾ അല്ലെ ക്ലിയർ അല്ല, അത് എന്തോ സംതിങ് റോങ് അല്ലെ, അവര് അബോധാവസ്ഥയിൽ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അത്തരം കേസുകളെല്ലാം മെഡിക്കൽ ലീഗൽ കേസുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. കേസസ് വേറെ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്റ്റഡ്. അതായത് ചില കേസുകൾ അല്ലെ ക്രിമിനൽ കുറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കേസുകൾ, ബ്രോട്ട് ഡെഡ് കേസ് വേറെ ക്രിമിനൽ ഒഫൻസ് ഇന്ന് സസ്പെക്ട്, സംശയാസ്പദമാക്കി രീതിയിൽ ഏതെങ്കിലുമൊക്കെ കൊല നടത്തിയിട്ടൊക്കെ വന്നേക്കുന്നതാണ് എങ്കിൽ അല്ലെ, അതിക്രൂരമായിട്ടുള്ള നമുക്കറിയാം മിക്കപ്പോഴും കേൾക്കുന്ന ഒരു കേസുകൾ അതൊക്കെയാണ്. ബ്രോട്ട് ഡെഡ് കേസസ് വേർ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്റ്റഡ്. ദെൻ കേസസ് റെഫേർഡ് ഫ്രം കോർട്ട്, അതായത് കോർട്ട് റെഫർ ചെയ്യുന്ന ഏതെങ്കിലും കേസുകൾ നമുക്ക് മെഡിക്കൽ ലീഗൽ കേസിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളാണ് എന്താണ് മെഡിക്കൽ ലീഗൽ കേസിൽ ഉൾപ്പെടുന്ന കേസുകൾ. അതായത് നമുക്കറിയാം ചില പേഷ്യൻസ് സാധാരണ രീതിയിൽ നമ്മൾ ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഒക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിപ്പോരും. പക്ഷെ ചില കേസുകൾ വരുമ്പോൾ ഹോസ്പിറ്റലുകാര് മെഡിക്കൽ ലീഗൽ കേസായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊതുവെ അല്ലെ സൂയിസൈഡ് കേസുകൾ, അല്ലെങ്കിൽ ആക്സിഡന്റ് കേസുകൾ, അല്ലെങ്കിൽ അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, സെക്ഷൽ അറ്റാക്ക്, അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ഡെത്തിന് സാദൃശ്യം അല്ലെ, ഡെത്ത് അടുത്ത് തന്നെ ഡെത്ത് വരാൻ സാധ്യതയുള്ള കേസുകൾ, ചിലപ്പോ എന്താണ് ഫൗളായിട്ട് അല്ലെ എന്തെങ്കിലും അടിപിടി കേസുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വരുന്ന കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ക്രിമിനൽ കേസ് നേരത്തെ കൂട്ടി ഇത്തരത്തിലുള്ള ക്രിമിനൽ പേഴ്സൺസ് ആണ് എന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസിൽ തന്നെ ഉൾപ്പെടുത്തണം. ശാരീരികമായ അതിക്രമങ്ങൾ, അല്ലെങ്കിൽ ബേൺ ഇഞ്ചുറി അല്ലെ, എന്തെങ്കിലും തീപിടുത്തോ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ കൊടുത്തിട്ടോ അങ്ങനെയൊക്കെയുള്ള കേസുകൾ. അതേമാതിരി തന്നെ ഇപ്പോ ആൽക്കഹോൾ ഇൻടോക്സിയേഷൻ അല്ലെ, അതായത് കൂടുതൽ ലഹരിക്ക് അടിമയായിട്ട് വരുന്ന കേസുകൾ, അതൊക്കെ ഇത്തരത്തില് മെഡിക്കൽ ലീഗൽ കേസിൽ പരിഗണിച്ചിട്ട് ആ രീതി പരിഗണിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു നോക്കുക. ഇതൊരു താഴേക്ക് വരുന്നതിന്റെ ഒരു ചെറിയൊരു ഡയഗ്രമാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. എന്താണ് ജനറൽ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ലോ ഓഫ് മിസ്ലേനിയസ് ആക്ട്, അത് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനുള്ള ഡയഗ്രം ഇല്ല. കാരണം അതില് കൃത്യമായിട്ട് തന്നെ ഓരോന്നിനും ഇത് ജനറൽ ആക്ട് എന്താണ്, അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ ഓരോ ആക്ടിന്റെയും പേരും ഇതുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോയി കൺഫ്യൂഷൻ ആക്കേണ്ട, ഡയഗ്രാം പഠിച്ച് സമയവും കളയണ്ട, അതൊരു ഭാഗം വിട്ട് വന്നിട്ട്. ഓക്കെ, ഇതുവരേക്കും ജസ്റ്റ് ഒന്ന് നോക്കാം. 12th പോയിന്റ്, unconscious case where reason of it is unclear, അല്ലേ? അതായത് it is unclear, എന്താണ് റീസൺ എന്ന് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കാൻ പറ്റുന്നില്ല. അൺകോൺഷ്യസ് കേസുകളാണ് എന്ന് വെച്ചാൽ ചിലപ്പോ രോഗി വന്നിട്ടുണ്ട്, എന്താണ് രോഗിയുടെ ഒപ്പം വരുന്ന വ്യക്തി പറയുന്നത് മനസ്സിലാവുന്നില്ല,
രോഗി പറയുന്നതും വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത്തരത്തിലുള്ള കേസുകളിൽ എന്തോ സംതിങ് റോങ് അല്ലേ? അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ മെഡിക്കൽ ലീഗൽ ബേസിലാണ് റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെ ഇങ്ങനെ 2-3 ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് വരുമ്പോൾ ഇത് ഏത് കേസിൽ പെടുന്നതാണ്, മെഡിക്കൽ ലീഗൽ കേസിൽ പെടുന്നതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ഇപ്പോഴും 2-3 പോയിന്റ്സ് തന്നിട്ട് ഇതെല്ലാം മെഡിക്കൽ കേസിൽ വരുന്നതാണോ എന്ന് ചോദിക്കാറുണ്ട്. ഓർഡർ വൺ ഔട്ടായിട്ട് ചോദിച്ച് കാണാറില്ല. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലീഗൽ ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ. RTA അത് ഫുൾ ഫോം നോട്ട് ചെയ്തില്ലേ? റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒന്ന് നോട്ട് ചെയ്ത് തരാം കേട്ടോ. RTA. ഓക്കെ. ഓക്കെ അല്ലേ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. വായിച്ചു നോക്കാം. അടുത്ത സെക്ഷൻ തുടങ്ങി നമുക്ക് ആക്റ്റീവ് എടുത്ത് തുടങ്ങാം. ക്ലാസ് കൊണ്ട് തീരുമാനിക്കും. വായിച്ചു നോക്കാം. അത്തേക്ക് ഇത്രയും മതി അല്ലേ? ഓക്കെ, അത്തേക്ക് ഇത്രയും മതി. Thank you, Miss. Okay, thank you. Okay, next class കാണാം. Thank you. Thank you.